ഐഡിയ കൊള്ളാം. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല അതിലൊരു അപകടം കൂടിയുണ്ട്. മനസ്സിലായി. അയാൾ കാര്യങ്ങൾ വിജയങ്ങളുമായി ഡയറക്റ്റ് ഷെയർ ചെയ്യുന്നല്ലേ? അതെ. സാധ്യതയില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചാൻസ് കുറവാ. മെയിൽ ചെയ്യുമ്പോൾ ഈ കാര്യം അപ്പൂനൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. ആള് ജെന്യൂൻ ആണെങ്കിൽ അയാൾ ഈ കാര്യം പിന്നെ ആരോടും ഷെയർ ചെയ്യില്ല. ആള് ജെന്യൂൻ അല്ലെങ്കിലോ? എങ്കിൽ നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണും. എന്തായാലും ഭാഗ്യപരീക്ഷണത്തിനൊരു ചാൻസ് ഉണ്ടല്ലോ, നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്താ? താങ്ക് യു ഡോക്ടർ. ഇപ്പൊ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറുക്ക് വഴി പ്രതീക്ഷിച്ച് തന്നെയാ ഡോക്ടറെ ഞാൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എങ്കിൽ ഇനിയും സന്തോഷം തോന്നുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. മാളവികയെ കാണണമെന്നുണ്ടോ അപ്പൂന്? എവിടെ അവള്? ആള് എന്റെ കാറിലിരിപ്പുണ്ട്. അപ്പൂന് എന്നോട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാനോടെന്ന് അറിഞ്ഞിട്ട് മാളവിക കൂടെ വരാത്തത്. തന്നെ അയാൾക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. എന്താ, അപ്പൂന് മാളവികയെ കാണണമെന്നില്ലേ? നീ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരാൾ കാറിൽ വെയിറ്റിംഗ് ആണെന്ന് ഇപ്പോഴാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. സോറി. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറെ ശല്യപ്പെടുത്തില്ലായിരുന്നു. എന്താ അപ്പോ, എന്തിനാ നീ എന്നോട് സോറി പറയുന്നത്? അല്ല, രണ്ടുപേരുടെയും വിലപ്പെട്ട സമയം ഞാൻ കാരണം നഷ്ടപ്പെട്ടല്ലോ, അതിനാ സോറി പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാഞ്ഞത് മനഃപൂർവ്വം. ഡോക്ടർ പറഞ്ഞു. നീ വന്നിരുന്നെങ്കിലും എനിക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ആവില്ലായിരുന്നു. അപ്പൂനിപ്പോഴും എന്റെ ഈ കൂട്ടുകാരിയിൽ നിന്ന് മറച്ചു വെക്കാൻ ഒന്നുമില്ല. പക്ഷെ നിന്റെ കാര്യം ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, അല്ലേ? അതെന്താ അപ്പോ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിന്നിൽ നിന്ന് എന്തൊളിച്ചു വെച്ചു എന്നാ? അങ്ങനെയൊന്നും ഇല്ല അപ്പോ, സത്യമായിട്ടും ഇല്ല. പോട്ടെ, ഞാൻ വെറുതെ പറഞ്ഞതാ. കുറച്ചു ദിവസം കൂടി തമ്മിൽ കണ്ടിട്ട് നിന്നെ ചൊറിയാതെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പൂന്റെ സ്ഥാനം ഇപ്പൊ ഡോക്ടർ ജോബിൻ കൈയടക്കി, അല്ലേ? നന്നായി. എനിക്കതിൽ നിന്നോട് പരാതിയും പരിഭവമൊന്നും ഇല്ല കേട്ടോ. ഡോക്ടർ ജെന്യൂൻ ആണ്. നിനക്ക് എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ. എന്തൊക്കെയാ അപ്പോ നീ പറയുന്നേ? ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ല. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്റെ ഈ കണ്ണുകളിലേക്കൊന്ന് നോക്കി നിനക്കൊന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ മാളു? നിങ്ങൾ തമ്മിൽ വെറുമൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന്? എന്താ, പറ്റോ? പറ്റില്ലെന്ന് നിനക്കറിയാം. നിന്നേക്കാൾ നന്നായിട്ട് എനിക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് എന്തുകൊണ്ടും യോജിച്ച ആള് തന്നെയാണ് ഡോക്ടർ. കൊള്ളാം. ഇനിയിപ്പൊ ഞാൻ ഓക്കെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോ നീ ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ തെറ്റിദ്ധാരണകൾ ശരിയായിരുന്നു എന്ന് നിനക്ക് അധികം വൈകാതെ എന്നോട് സമ്മതിച്ചു തരേണ്ടി വരും മോളെ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? മാളുവിന്റെ മനസ്സെന്താണെന്ന് അപ്പൂനോളം മനസ്സിലാക്കിയ ആരും ഉണ്ടാവില്ല, നിന്റെ ആ ഡോക്ടർ പോലും. എന്താ, ശരിയല്ലേ? രണ്ടുപേർക്കും ഇങ്ങനെ മീറ്റ് ചെയ്യാൻ അവസരം ഒരുക്കി തരുന്നതിന് എനിക്ക് കമ്മീഷൻ തരണം കേട്ടോ. അതെ, ഇയാൾ എന്റെ കൂടെ ഉണ്ടെന്ന് കഷ്ടകാലത്തിന് മുരളിയങ്ങളോട് ഞാൻ പറഞ്ഞുപോയി. കൊണ്ടുവന്നാക്കാൻ ഇനിയും ലേറ്റായ ഈ പാവം ഞാൻ സംശയത്തിന്റെ നിഴലാവും. അതിനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് പ്ലീസ്. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. ശരി, പോട്ടെ അപ്പോ. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് അവർ രണ്ടുപേരെയും കൂടി കണ്ടപ്പോൾ ആദ്യം ഞാനൊന്ന് അപ്സെറ്റ് ആയി കേട്ടോ.
അതുകൊണ്ട് അവരുടെ മുന്നിൽ പെടാതെ ഞാൻ മാറി നിന്ന് ജോബിനെ ഫോണിൽ വിളിച്ചത്. നീ എന്ത് വങ്കത്തരാ മുരളി കാണിച്ചത്? അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവരെ കണ്ട ഒളിച്ചു നിന്ന് ഫോൺ ചെയ്യുകയാണോ വേണ്ടത്? നേരെ മുന്നിൽ ചെന്ന് രണ്ടെണ്ണത്തിന് ഓരോ പിട കൊടുക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ജോബിൻ എന്നോട് കള്ളമാണ് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനല്ലല്ലോ സംഭവിച്ചത്. മാളു അയാളോടൊപ്പം ഉണ്ടെന്നും അതിൻ്റെ കാരണം എന്താണെന്നും അയാൾ എന്നോട് സത്യസന്ധമായിട്ട് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് എനിക്ക് അയാളോട് മതിപ്പ് തോന്നിയത്. അല്ലെങ്കിൽ നമ്മളോട് ജോബിന് കള്ളത്തരം പറയേണ്ട ആവശ്യം എന്താ? മുരളിയേട്ടൻ അവരെ അവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിലും മാളുവിനെ ഡ്രോപ്പ് ചെയ്യാൻ ഇവിടെ വന്നപ്പോഴും ജോബിന് ഇത് തന്നെയാ എന്നോട് പറഞ്ഞത്, മുരളിയേട്ടൻ വിളിച്ച കാര്യം ഉൾപ്പെടെ. കേട്ടിട്ട് എനിക്കതിൽ കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. കൊള്ളാം, രണ്ടുപേരും നല്ല കക്ഷികളാണ്. വീട്ടിൽ പറയാതെ ഒരുത്തനൊപ്പം ചുറ്റിക്കറങ്ങിയിട്ട് വന്ന മോളെ വിളിച്ച് 2 വാക്ക് ഗുണദോഷിക്കാതെ അവളെ വിളിച്ചോണ്ട് പോയവന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അച്ഛനെ അമ്മയും ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ അമ്മയുടെ ഒരു നാക്ക്! ആരെങ്കിലും ഇത് കേട്ടിട്ട് വന്നാ ഞങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഞാൻ ഈ പറഞ്ഞാൽ എന്താടി തെറ്റ്? ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കളിൽ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇതൊക്കെ? ആ പയ്യൻ ഇനി എത്ര കേമനാണെന്ന് നിങ്ങൾ പറഞ്ഞാലും ഇന്ന് ഈ കാണിച്ചത് ശുദ്ധ കൊള്ളരുതായ്മയാണ്. ഇനി അയാളുടെ കൂട്ടുകാരന്റെ പെങ്ങക്ക് തുണിയെടുക്കാൻ മാളുവിനെ വിളിച്ചതാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് ആദ്യം അനുവാദം ചോദിക്കേണ്ടത് നിന്നോടോ അശ്വതിയോടോ ആയിരിക്കണം. അല്ലാതെ നേരെ കോളേജിൽ ചെന്ന് നമ്മുടെ കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതാണോ മര്യാദ? അമ്മേ, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ അങ്ങനൊന്നും ചിന്തിക്കുന്നവരല്ല. വിശേഷിച്ചും ജോബിനെ പോലെ ബാംഗ്ലൂരൊക്കെ പഠിച്ച കുട്ടികൾ. അവരൊക്കെ കുറച്ചുകൂടി ബ്രോഡ് മൈൻഡഡ് ആയിരിക്കും. അവർക്ക് ഈ പറഞ്ഞതൊക്കെ പഴഞ്ഞ രീതിയായിട്ടേ തോന്നും. അതിപ്പോൾ ജോബിന് മാത്രമല്ല, മാളുവിനും. അതുകൊണ്ടല്ലേ അവൾ എന്നോടോ അശ്വതിയോടോ അനുവാദം ചോദിക്കാതെ ജോബിനൊപ്പം പോകാൻ തയ്യാറായത്. ഉദ്ദേശവും പെരുമാറ്റവും നല്ലതാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ലെന്ന് എൻ്റെ അഭിപ്രായം. അതുമാത്രമല്ല, ജോബിന് അന്യനൊന്നും അല്ലല്ലോ അമ്മേ. അയാളെ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, മാളു ഇപ്പിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നതിന്റെ പിന്നില് ജോബിനൊരു കാരണമല്ലേ? ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ്. ജോബിനുമായിട്ട് കൂട്ടുകൂടാൻ തുടങ്ങിയതിൽ പിന്നെ അപ്പുൻ്റെ കാര്യത്തിലുള്ള മാളുവിൻ്റെ പിടിവാശി നന്നേ കുറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ അവനെ പ്രശംസിക്കോ പുകഴ്ത്തുവോ എന്ത് വേണേലും ആയിക്കോ. ഒടുക്കം വെളുക്കാൻ തേച്ചത് പാണ്ടാകരുത്, എനിക്കതേ പറയാനുള്ളൂ. ഈ അമ്മയുടെ ഒരു കാര്യം! ഇനി മാളുവിനോട് ഇതേക്കുറിച്ച് വല്ലതും ചോദിച്ച് വഴക്കുണ്ടാക്കുമെന്ന് എന്റെ പേടി. ഇനി പറ, ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ കണ്ടിട്ട് നിനക്കിപ്പോൾ എന്താ തോന്നുന്നത്? ശരിക്കൊന്ന് ആലോചിച്ചിട്ട് പറ. ഇതിലിപ്പോൾ എന്താ ഇത്ര ആലോചിക്കാൻ? മാളവികയും അപൂർവയും അവനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അയ്യോ, ഭയങ്കര കണ്ടുപിടുത്തം. വെറും കണക്ഷൻ ഉണ്ടെന്ന് മാത്രമേ നിനക്ക് തോന്നിയോളോ? കഷ്ടം. ശരിക്കും ഒന്നുകൂടെ നോക്കിയേ. പിന്നല്ലാതെ എന്തു തോന്നാൻ? അതിനപ്പുറം നിനക്കെന്താ തോന്നിയത്? നീ അത് പറ. ആദ്യം അത് കേൾക്കട്ടെ. എന്നാ ഞാൻ പറയട്ടെ, പക്ഷേ കേൾക്കുമ്പോൾ നീ ഞെട്ടരുത്. ചുമ്മാ എൻട്രി ആയിട്ട് ഉറപ്പിക്കാതെ നീ കാര്യം പറ. അവനും മാളവികയും സെറ്റാണെന്നുള്ള കാര്യം അപൂർവയ്ക്ക് അറിയാം. അതല്ലേ നീ ഇപ്പൊ പറയാൻ പോകുന്നത്? അല്ല മോനെ, ഒരിക്കലും അല്ല. അവിടെ നിനക്ക് തെറ്റി. നീയും ഞാനും സുമിയൊക്കെ ചിന്തിച്ച റൂട്ടിലല്ല മോനെ ഈ കഥയുടെ പോക്ക്. അതുക്കും മേലെയാണ്. ചുമ്മാ കള്ളും വലിച്ചേരി വളവളാന്ന് പറയാതെ കാര്യം എന്താ വെച്ചാൽ നീ തുറന്ന് പറയുന്നുണ്ടോ സാമുകുട്ടി? ആ ഡോക്ടർ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ മാളവികയുടെ കാമുവനും പുല്ലൊന്നും അല്ലടാ. അയാള് പാവം, വേറെ ഒരു ഇടനിലക്കാരൻ. ഇടനിലക്കാരനോ? അതേടാ മോനെ, വേറെ ഒരു മെസ്സഞ്ചർ. കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞ ഹംസം. ഈ ദമയന്തിക്കോ ശകുന്തളയ്ക്കോ ഒക്കെ മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു ഹംസം ഇല്ലടാ. നമ്മുടെ ഈ ഡോക്ടർ അതുപോലൊരു ഹംസമാണ് മോനെ. എടാ, നിനക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ അപ്പുകുട്ടനും മാളവികയും തമ്മിലുള്ള പ്രണയത്തിന്
രണ്ടുപേരുടെയും വീട്ടുകാരറിയാതെ മെസ്സേജ് പാസ് ചെയ്ത് സഹായിക്കുന്നവനാണ് ഈ നിൽക്കുന്ന ഡോക്ടർ ബ്രോ. ഇതിനപ്പുറം ഞാൻ നിന്നെ എന്ത് പറഞ്ഞാടാ മനസ്സിലാക്കേണ്ടത്? എടാ, ഇവൻ മാളവികയെ കാറിക്കൊണ്ടുവന്ന് നമ്മുടെ അപ്പുക്കുട്ടനുമായി സംസാരിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതാ ഞാൻ പറഞ്ഞത്, അവന് മാളവികയോട് പ്രേമവും മണ്ണാങ്കെട്ടൊന്നും ഇല്ലടാ. വെറും മെസ്സഞ്ചർ സർവീസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായ? ഒന്ന് പോടാ, അങ്ങനെ വരാൻ വഴിയില്ല. എന്തുകൊണ്ട് വഴിയില്ല? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പഴയതുപോലെ കാണാനും കോണ്ടാക്ട് ചെയ്യാനൊന്നും അപൂർവയ്ക്കും മാളവികയ്ക്കും ഇപ്പോൾ യാതൊരു സ്കോപ്പും ഇല്ല. കോളേജിലോട്ട് അപ്പുക്കുട്ടൻ വരുന്നതുമില്ല. വീട്ടുകാർ തമ്മിലുള്ള കലിപ്പ് കാരണം അവിടെ വെച്ചും പറ്റില്ല. അതിനുള്ള പോം വഴിയായിട്ട് രണ്ടുപേരും കൂടി ആലോചിച്ച് കളത്തിലിറക്കിയതാണ് ഈ ഡോക്ടർ ഹംസത്തിനെങ്കിലോ. എന്താ അങ്ങനെ ആയിക്കൂടെ? അവർക്കിടയിൽ ഒരു മെസ്സഞ്ചർ ആവുന്നതുകൊണ്ട് ഈ ഡോക്ടർക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? അതെന്താന്ന് അറിയണമെങ്കിലേ നീ പോയി അവനോട് നേരിട്ട് ചോദിക്ക്. എടാ പോത്തെ, പ്രണയിക്കുന്ന രണ്ട് പെൺമനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ അയാൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാ മോനെ, അപ്പുക്കുട്ടനും മാളുവും നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈനിൽ തന്നെയാ പോക്ക്. ഇന്നെനിക്കത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. സാമുകുട്ടി, നീ ആ വീഡിയോ എനിക്കൊന്ന് സെൻഡ് ചെയ്യും. എന്തിനാളിയാ? അവിടെ തന്തപടിക്ക് സെൻഡ് ചെയ്യാനാണോ? അത് പറയാം, നീ അത് സെൻഡ് ചെയ്യും. ഇതാ പിടിച്ചോ. കഴിഞ്ഞില്ലേ ഏട്ടാ? നേരം കുറെ ആയല്ലോ ലാപ്പിന്റെ മുന്നിലിരിക്കാൻ തുടങ്ങിയിട്ട്. ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ DPR വരുന്ന വെള്ളിയാഴ്ച ബോർഡ് മെമ്പേഴ്സിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഫൈനൽ ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുത്താലേ എസ്റ്റിമേറ്റും ബഡ്ജറ്റും ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്നെ ക്രോസ് ചെക്ക് ചെയ്ത് ഫൈനൽ ചെയ്യേണ്ടായിരുന്നറിയോ? ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നീണ്ടുപോയതാ. സ്വസ്ഥമായിട്ടൊന്നിരിക്കാൻ സമയം കിട്ടണ്ടേ? എന്തായാലും മാളുവിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങിയല്ലോ. അതിന്റെ ഒരു സമാധാനം ഇപ്പൊ എല്ലാവരിലും ഉണ്ട്. മാളുവിനെ ഈ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും ജോബിന് തന്നെയാ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അശ്വതി? ശരിയൊക്കെ തന്നെയാ. പക്ഷേ അവര് തമ്മിലുള്ള അടുപ്പം അതിരുവിടുന്നുണ്ടോന്ന് അമ്മയ്ക്കൊരു സംശയമില്ലാതില്ല. അതിനെക്കുറിച്ച് ഇന്നും കൂടെ സൂചിപ്പിച്ചേ ഉള്ളൂ. അതൊക്കെ അമ്മയുടെ വെറും തോന്നലാന്ന്. അവര് തമ്മിൽ അങ്ങനെ ഒരു റിലേഷനിലേക്കൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, ജോബിനുമായിട്ട് കൂട്ടായതിനു ശേഷം മാളു അപ്പുവിന്റെ കാര്യത്തിൽ അത്ര താല്പര്യം കാണിക്കുന്നില്ല. അത് നീ ശ്രദ്ധിച്ചോ? എനിക്കും തോന്നി. ഒരുപക്ഷെ മനസ്സുകൊണ്ട് അവളും അതിൽ നിന്നൊന്നും മാറണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പു കോളേജിലും ചെല്ലുന്നില്ലെന്നാ മാളു പറഞ്ഞത്. അവളുടെ കാര്യങ്ങളൊക്കെ എന്തായോ എന്തോ. അതൊക്കെ ഇനി എന്തെങ്കിലും ആവട്ടെ. ഇനി നമ്മളായിട്ട് അതൊന്നും അന്വേഷിക്കാനോ അറിയാനോ പോകണ്ട. ഞാൻ അമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുത്തിട്ട് വരാം. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന വീഡിയോ ആണ്. അപൂർവയും മാളവികയും തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടെന്ന് അങ്കിളിന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അങ്കിളുടെ ഫാമിലി ഫ്രണ്ട് എന്ന് പറയുന്ന ആള് തന്നെയാ അപൂർവയ്ക്കും മാളവികയ്ക്കും
രഹസ്യമായി മീറ്റ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പ് നടന്നതിനേക്കാളും വഷളായെന്നിരിക്കും. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്. അങ്കിള് ശരിക്കും ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. അമ്മ നേരത്തെ കിടന്നു. എന്താ എന്തു പറ്റി? എന്തു പറ്റാൻ? ഒരു തരത്തിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ പിന്നെ എന്തു ചെയ്യും? നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും അല്ല അശ്വതി കാര്യങ്ങളുടെ പോക്ക്. എല്ലാവരും നമ്മളെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരും. എന്താ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? മാളു ഇപ്പോഴും രഹസ്യമായിട്ട് അപ്പുവിനെ കാണാറുണ്ടെന്ന്, അതിനവളെ ഹെൽപ്പ് ചെയ്യുന്നത് ജോബിനാണെന്ന്. ആരാ ഇതൊക്കെ പറഞ്ഞത്? അരുണിന്റെ വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പുവും മാളുവും ജോബിനുമായി ഒരുമിച്ച് നിൽക്കുന്നതിന്റെ തെളിവ് സഹിതം. ദാ നോക്ക്. ഇത് അരുണിനെങ്ങനെ? അയാളുടെ ഏതോ ഒരു ഫ്രണ്ട് അയച്ചു കൊടുത്താണെന്നാ പറഞ്ഞത്. ഇത് അയാൾക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതല്ലല്ലോ അശ്വതി ഇവിടുത്തെ പ്രശ്നം. ഇപ്പോഴും നമ്മുടെ കണ്ണു വെട്ടിച്ച് അപ്പുവിനെ അവൾ കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ളതാ. അതിനവളെ സഹായിക്കുന്നത് ജോബിനും. അപ്പൊ അവനെ വിശ്വസിച്ച് നമ്മൾ മണ്ടന്മാരായി. ഇതങ്ങനെ വിട്ടുകളയാൻ പാടില്ല. എന്താ അവളുടെ ഉദ്ദേശം എന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണ്ട, ഇപ്പൊ അവളോട് ഒന്നും ചോദിക്കാൻ പോകണ്ട. അതെന്താ ചോദിച്ചാല്? ചോദിക്കാം, പക്ഷെ അത് ഈ രാത്രി തന്നെ വേണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? മാളു ഒരുവിധവും ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഈ കാര്യം ചോദിച്ചും പറഞ്ഞും അവളുടെ മനസ്സ് നമ്മളായിട്ട് ഇനി വേദനിപ്പിക്കാൻ പാടില്ല. അതെന്താ ആലോചിക്കാത്തത്? അത് മാത്രമല്ല, അപ്പുവും മാളുവും ജോബിന്റെ പ്രസൻസിലാണല്ലോ കണ്ടത്. ആ മീറ്റിംഗ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ജോബിനറിയാതിരിക്കില്ലല്ലോ. എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ജോബിനോട് തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. അത് മതി. ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും കാരണം അവരുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഉണ്ടാവുമെങ്കിലോ? എങ്കിലത് മതി. അയാൾക്ക് നമ്മളോട് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നാളെ ഞാൻ എന്തായാലും ജോബിനെ ഒന്ന് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അരുണിന് റിപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്തിനാ അരുണിന് റിപ്ലൈ ചെയ്യുന്നത്? അയാൾ ഇനി മാളുവിന്റെ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നത് തന്നെയാ നല്ലത്. കാര്യം നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ പയ്യൻ ഇങ്ങനെ സ്പൈ വർക്ക് ചെയ്യുന്നൊന്നും അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മാളു അയാളുടെ കാര്യം പറഞ്ഞതുകൂടി കേട്ടപ്പോ എനിക്കെന്തോ ആ പയ്യനോടുള്ള മതിപ്പൊക്കെ പോയി. എല്ലാം ഒരുവിധം ഒന്ന് നേരെ ആയാലും ഒന്ന് സമാധാനിച്ചു വന്നതാ. ഇപ്പൊ ഉള്ള സമാധാനം കൂടെ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹലോ. ഹലോ അപ്പു. എന്താ വിളിച്ചേ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. നീ കിടന്നോ അപ്പു? ഇല്ല. എന്തെടുക്ക? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എന്നെ കെട്ടാൻ പുറപ്പെട്ടു വരുന്ന ആ കാനഡ ഡോക്ടർക്ക് വിശദമായിട്ടൊരു മെയില് തയ്യാറാക്കി അയച്ചു. അതിന്റെ പണിപ്പുരയിലായിരുന്നു. നീ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോ? യെസ്, അതാണല്ലോ വിശദമായി എന്ന് പറഞ്ഞത്. അപ്പു ആരാണെന്ന് അയാളിപ്പോ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ.